ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതുപോലെ ജീൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഷർട്ടാണെങ്കിലും സാരി ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കീറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൂല്, സൂചി അല്ലെങ്കിൽ തയ്യൽ മെഷീനിലൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ തയ്ക്കാറ്. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നൂല്, സൂചി, തയ്യൽ മെഷീൻ ഒന്നുമില്ലാണ്ട് കൊണ്ട് നിമിഷ നേരം കൊണ്ട് നമ്മളുടെ ഈ കീറിയ തുണികളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതും സ്റ്റിച്ച് ചെയ്തു എന്നുള്ള ഒരു അടയാളം പോലും ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ടും എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് പോലും ചെയ്യാവുന്ന രീതിക്ക് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈവായിട്ട് ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീൻസ് പാൻറ്റ് ഇതുപോലൊന്ന് കീറിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഭാഗം. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അടയാളമേ ഇല്ലാണ്ട് കൊണ്ട് സൂചിയും നൂലും അതുപോലെ തന്നെ തയ്യൽ മെഷീനൊന്നും ഉപയോഗിക്കാണ്ട് കൊണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ജീൻസിൻ്റെ ഫ്രണ്ട് ഭാഗം കീറിയത് കൊണ്ട് തന്നെ നമ്മൾ സൂചി നൂലൊക്കെ എടുത്ത് കോർത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് വിസിബിൾ ആയിട്ട് തന്നെ കാണും. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ജീൻസ് ഒന്ന് അടിമറിച്ചെടുക്കാം. പുറകിലാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ജീൻസ് പാൻറ്റ് തിരിച്ചിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പീസ് ജീൻസ് വേണം. എക്സാക്റ്റ് കളർ എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് പകരമായിട്ട് കുറച്ച് ഡാർക്ക് കളറാണ്. കാരണം ഇതവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. എന്നിരുന്നാലും കീറിയ തുണിയുടെ എക്സാക്റ്റ് കളറിലുള്ള ഒരു പീസ് തുണി കിട്ടുവാണെങ്കിൽ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഞാൻ ജീൻസിൻ്റെ ഒരു ചെറിയ പീസ് തുണി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ആ ഒരു കീറിയ ഭാഗം കാണാണ്ട് കൊണ്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹെമ്മിങ് ടേപ്പാണ്. ഈ ഒരു ടേപ്പ് നമുക്ക് സാധാരണയായിട്ട് മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ല. പക്ഷേ ഓൺലൈൻ മാർക്കറ്റിൽ വളരെ വില കുറഞ്ഞ രീതിക്ക് നമുക്കിത് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതൊരെണ്ണം നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു ഹെമ്മിങ് ടേപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്രയേറെ ഉപയോഗമുള്ള ഒരു കാര്യം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അത് അത്രയേറെ നഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഹെമ്മിങ് ടേപ്പ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക്, അതായത് ജീൻസ് പാൻറ്റിൻ്റെ ആ ഒരു കട്ടായ ഭാഗത്തേക്കാണ് ഞാൻ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഞാൻ ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ട് ഞാനൊരു 3 പീസ് ഹെമ്മിങ് ടേപ്പ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെമ്മിങ് ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് പോലും അറിയില്ല. അതായത് ഓൾറെഡി കീറിയ ഒരു പാൻറ്റാണ്, അത് സ്റ്റിച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയുകയില്ല. മാത്രമല്ല ഇത്രത്തോളം എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന വേറൊരു വഴി എനിക്കറിയില്ല. അത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു വഴി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഹെമ്മിങ് ടേപ്പ് ഇതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്ത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ജീൻസിൻ്റെ പീസ് നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അയൺ ബോക്സ് ചൂടാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു ജീൻസ് പാൻറ്റിന് എത്രത്തോളം ചൂടാണ് ആവശ്യമുള്ളത് അത്രത്തോളം ചൂട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ജീൻസ് പാൻറ്റിൻ്റെ ഒരു പീസ് തുണിയുടെ അടിയിലാണ് നമ്മുടെ ഹെമ്മിങ് ടേപ്പ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചൂട് വേണം നിങ്ങൾ അയൺ ബോക്സിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കട്ടായ ഒരു ഭാഗം കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ഹെമ്മിങ് ടേപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ഒരു കീറിയ ഭാഗം യാതൊരു അടയാളവും ഇല്ലാണ്ട് കൊണ്ട് അങ്ങനെ ഒരു കീറൽ ആ ഒരു ജീൻസ് പാൻറ്റിൽ ഉണ്ടോ എന്ന് പോലും അറിയാത്ത രീതിക്ക് നല്ല രീതിയിൽ യോജിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു കട്ട് ചെയ്ത ജീൻസ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹെമ്മിങ് ടേപ്പുമായിട്ട് ഒട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കീറിയ ഭാഗം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. നോക്കിയാൽ നമ്മളുടെ ആ ഒരു ഹെമ്മിങ് ടേപ്പ് വെച്ച് നമ്മൾ ഒട്ടിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ജീൻസ് പാൻറ്റ് നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മറിച്ച് കാണിക്കാം. അതായത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗം, ജീൻസിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നമുക്ക് ഷോക്കാകത്തക്ക രീതിക്ക് നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ചിങ് അവിടെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെമ്മിങ് ടാപ്പ് നമ്മൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ തന്നെ സംശയിച്ചു പോകും. ആ ഒരു രീതിക്ക് നല്ല രീതിയിൽ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. നമുക്ക് അത്രത്തോളം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. ഈ ഒരു ഹെമ്മിങ് ടേപ്പിന് വളരെ വില കുറവാണ്. 100 and something എന്തോ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ റേറ്റ് എക്സാക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ കൊടുക്കുന്നതാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി വളരെ ഈസി ആയിട്ടും ക്വിക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റിയ, നമ്മുടെ ഇഡ്ലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ചട്നി, 5-6 പേർക്കൊക്കെ ധാരാളമായിട്ട് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്നിയാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ അളവിലേക്ക് ഞാൻ ഉഴുന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഉഴുന്ന് നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരട്ടെ.
അപ്പോൾ ഉഴുന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഇത്രത്തോളം ഒന്ന് കളർ ചേഞ്ച് ആവേണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കളർ ചേഞ്ച് ആക്കേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു കളർ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയാൽ മാത്രം മതിയാകും. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സവോള, അതായത് ഞാനിവിടെ ഒരു സവോളയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സവോളയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ ഒരുപാട് ചട്നി റെഡിയാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിച്ചേർത്താൽ മാത്രം മതിയാകും. ഞാനിവിടെ കറക്റ്റായിട്ട് ഒരു 5-6 പേർക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്നിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് അതിന് കറക്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സവോള വഴറ്റുമ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കരുത്. ജസ്റ്റ് ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഒരു ചട്നിയിലേക്ക് ആവശ്യമായ മറ്റു ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോ ആക്കി വെക്കാം. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം എരിവിനാവശ്യമായ പച്ചമുളക് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു പഴുത്ത പച്ചമുളക് ഉണ്ടെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചട്നിക്ക്. എൻ്റെ അടുത്ത് പഴുത്ത പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് 4 പച്ചമുളക് അങ്ങനെ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് മല്ലിയിലയാണ്. നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത്ര തന്നെ നമുക്ക് ഇനി മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിയിലയുടെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറത്തക്ക രീതിക്ക് നമുക്ക് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കുഴിക്കരണ്ടി അളവിലേക്ക് പൊട്ടുകടലയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയ കുഴിക്കരണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 കുഴിക്കരണ്ടി അളവിലേക്കാണ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ടി, അതായത് നമ്മുടെ ചട്നിക്ക് നല്ലൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചുടുവെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചട്നി അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ചട്നി അരയ്ക്കുമ്പോൾ നമ്മുടെ ചട്നിക്ക് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ചട്നി, അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5-6 പേർക്ക് ധാരാളമായിട്ട് തന്നെ ഈ ഒരു ചട്നി കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടും ചൂടായിട്ടുള്ള ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും വേറെ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചട്നി മാത്രം മതി, പാത്രം കാലിയാവുന്നതറിയില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നിയിലേക്ക് ആവശ്യമായ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ടുള്ള താളിപ്പും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹെമ്മിങ് ടേപ്പ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷർട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷർട്ടിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പോൾ ആ ഒരു നീളം ചെറിയ രീതിയിലൊന്ന് കുറയ്ക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടും ഈ ഒരു ഹെമ്മിങ് ടേപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സ്ലീവ് ആണെങ്കിലും ഒരു ചിലവർക്ക് കൈയിൻ്റെ ആ ഒരു സ്ലീവിലൊക്കെ ഇറക്കം കൂടുതലുണ്ടാകും. അതൊക്കെ ഒന്ന് ഇറക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടും, ഇറക്കം കൂടുതലുള്ള ഏത് ഡ്രസ്സാണെങ്കിലും ചെറിയ തോതിലൊന്ന് ഇറക്കം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെമ്മിങ് ടേപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഷർട്ടിൽ മാത്രമല്ല, സാരി, ചുരിദാർ, നൈറ്റി എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ടീഷർട്ട് പോലുള്ള ഏത് തുണിയും ഇറക്കം കുറയ്ക്കാനും ഒന്ന് മടക്കി ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഒരു ഹെമ്മിങ് ടാപ്പ് 2 പീസായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എപ്പോഴും പോലെ തന്നെ നമ്മുടെ അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇറക്കം കുറയ്ക്കാനാണെങ്കിലും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്ട് കൊണ്ട് യാതൊരു അടയാളവും ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇറക്കം കൂടുതലുള്ള ഷർട്ടിന് എനിക്ക് ഈ ഒരു ലെവലിൽ എനിക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ആ ഒരു കറക്റ്റ് ലെവലിൽ ഞാൻ 2 ഹെമ്മിങ് ടേപ്പ് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് ഒന്നിന് മുകളിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇറക്കം കൂടുതലുള്ള ഷർട്ട് എനിക്കിപ്പോൾ കറക്റ്റ് അളവിലായിട്ടുണ്ട് കേട്ടോ. അതും യാതൊരു സ്റ്റിച്ചിങ് അടയാളവും ഇല്ലാണ്ട് കൊണ്ട്, നൂല്, സൂചി, അതുപോലെ തന്നെ തയ്യൽ മെഷീൻ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഹെമ്മിങ് ടാപ്പ് നമ്മുടെ കയ്യിലുണ്ടായാൽ മതിയാകും. ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഇറക്കം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് നമ്മുടെ ഒരു നൈറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ചുരിദാർ ആണെങ്കിലും നമുക്കൊന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടെ ഈ ഒരു രീതിയിൽ നമുക്ക് ഹെമ്മിങ് ടാപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഇനി അതുപോലെ തന്നെ എൻ്റെ മോളുടെ ഷർട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അലക്കി ഉണക്കി എടുക്കുന്ന സമയത്ത് അയലിൽ കൊണ്ടോ എവിടെയോ ഒന്ന് കൊണ്ട് കീറിയതാണ് ഈ ഒരു രീതിക്ക്. അപ്പോൾ ഈ ഒരു ഷർട്ട് നല്ല ഷർട്ടാണ്, പുതിയ ഷർട്ടാണ്. അപ്പോൾ നമുക്കിത് വലിച്ചെറിയാനും തോന്നില്ല, ഇത് ഉപയോഗിക്കാണ്ടിരിക്കാനും നമുക്ക് തോന്നില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഹെമ്മിങ് ടാപ്പ് ഉപയോഗിച്ചിട്ട് യാതൊരു അടയാളവും ഇല്ലാണ്ട് കൊണ്ട് ഈ ഒരു ഷർട്ട് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം എന്നെല്ലാം കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എപ്പോഴും പോലെ നമ്മുടെ ഹെമ്മിങ് ടേപ്പാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കീറിയ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ നമ്മുടെ ഹെമ്മിങ് ടാപ്പ് കട്ട് ചെയ്തൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഹെമ്മിങ് ടാപ്പ് ഒന്നിന് മുകളിലായിട്ട് ഒന്നായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. 3 പീസാണ് നമുക്ക് ആവശ്യം. 3-ൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത്രത്തോളം നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും, അത്ര തന്നെ. അപ്പോൾ ആ കീറിയ ഭാഗത്ത് 3 പീസ് ഹെമ്മിങ് ടാപ്പ് ഞാൻ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഷർട്ടിൻ്റെ കളറിന് യോജിക്കത്തക്ക രീതിക്കുള്ള ഒരു പീസ് തുണിയാണ്. അപ്പോൾ അതേപോലെ ഒരു വെള്ള തുണി ഞാൻ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്കിനി അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതിയാകും. അടയാളം പോലും ഇല്ലാത്ത രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കീറൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തന്നെ തിരയത്തക്ക രീതിക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഷർട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാധാരണഗതിയിൽ തയ്യൽ മെഷീനിലോ അല്ലെങ്കിൽ സൂചി നൂലൊക്കെ ഉപയോഗിച്ച് നമ്മളൊന്ന് തുന്നിയെടുക്കുകയാണെങ്കിൽ അത്രത്തോളം വിസിബിൾ ആയിട്ട് തന്നെ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഷർട്ട് നിങ്ങൾ ഒട്ടിച്ചെടുക്കുന്നതെങ്കിൽ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു കീറിയ അടയാളം പോലും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഒരുപാട് മാസങ്ങളായാലും നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ഹെമ്മിങ് ടാപ്പ് വെച്ച് ഒട്ടിച്ച ആ ഒരു ഭാഗം നമുക്ക് വരികയില്ല. അത്രത്തോളം നല്ല സ്ട്രോങ് ആയിട്ട് അത് പിടിച്ചു നിൽക്കും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ഷർട്ടിൻ്റെ നമ്മൾ ഹെമ്മിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ച ഭാഗം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു കാണിക്കാം. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന ഒരു ചെറിയ അടയാളം മാത്രമേ ഉള്ളൂ, അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഹെമ്മിങ് ടേപ്പ് ഉപയോഗിച്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.